ഇന്ന് എൻ്റെ ഒരു ഡേ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പം രാവിലെ തന്നെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഒരാളെ. അപ്പോൾ ദർശൂട്ടൻ രാവിലേക്ക് 6 മണിക്കൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേക്കും. ഉച്ചയ്ക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് രാവിലെ വെളുപ്പിനേക്കാണ് എഴുന്നേൽക്കുന്നത്. ആൾ എഴുന്നേറ്റ പാടെ നേരെ പോകുന്നത് അവൻ്റെ അമ്മാമ്മയുടെ അടുത്താണേ. പിന്നെ അമ്മാമ്മയായിട്ടായിരിക്കുമേ കളിയും കാര്യങ്ങളൊക്കെ. അമ്മ 9:30 ആകുമ്പോൾ ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്നെ ശല്യം ചെയ്യാൻ വരുന്നത്. അതുവരെ അമ്മാമ്മയുടെ പുറകെ തന്നെ ആയിരിക്കും. കുറച്ച് നാളായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഭയങ്കര മടിയായിരുന്നേ. ഡെലിവറിക്ക് ശേഷം പല മൂഡ് സിങ്സ് ആട്ടോ വരുന്നത്. അപ്പം ഇടയ്ക്ക് വെച്ച് എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ അത് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി പഴയ പോലെ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചായ ഇടാനായിട്ട് കയറിയാൽ ഞാനാണ് ഈ ചായ കുടിക്കുന്ന ആളെ അല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ കുടിക്കും കേട്ടോ. ചെറിയൊരു തലവേദനയൊക്കെ വരുമ്പോഴത്തേനും കുടിക്കുന്നതാണേ. പിന്നെ രാവിലത്തെ ഫുഡായാലും കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ കഴിക്കാറ്. ദർശൂട്ടനാണെങ്കിൽ ഇപ്പോൾ ഒട്ടും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കുമ്പോഴത്തേന് ലേറ്റാവും. പിന്നെ എനിക്ക് നല്ല വിശന്നിരിക്കുവാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടായിരിക്കും ആൾക്ക് കൊടുക്കുക. ഞാനാകുമ്പോൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. ആൾക്ക് കൊടുക്കാനാണെങ്കിൽ 1 മണിക്കൂറൊക്കെ പിടിക്കും. പിന്നെ ദർശൂട്ടനെ നമ്മളൊരു 3 ദിവസം അംഗനവാടി കൊണ്ടുപോയായിരുന്നു. അപ്പം ഞാൻ 2 ദിവസം കൂടെ ഇരുന്നായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മൾ വിട്ടിട്ട് വന്നായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതേപോലെ തന്നെ ഫുഡും കഴിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചൊരു 3 വയസ്സൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു അംഗനവാടി വിടാനായിട്ടേ. ജിത്തിനുള്ള ചായ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിത്ത് പറഞ്ഞ് ചൂടാറിയിട്ട് കുടിക്കാൻ. ആൾ എഴുന്നേറ്റ് കിടക്കുവാണേ. അപ്പം ഞാനും ചായ കുടിക്കാനായിട്ട് പോവുകയാണേ. അപ്പം ഇവിടെ നമുക്ക് കതക് തുറന്നിടാൻ പറ്റത്തില്ല. കതക് തുറന്നാൽ അപ്പോളെ ദർശൂട്ടൻ വെളിയിലോട്ട് ഇറങ്ങുക. വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഫുള്ള് മണ്ണിലാണ് കളിക്കുന്നത്. മണ്ണ് മാത്രമല്ല വെള്ളം കോച്ചിട്ട് വീടിൻ്റെ പുറത്ത് ഫുള്ളും ചെളിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് രാവിലെ കുറച്ച് മഴ പെയ്തുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം കിടക്കുന്നു. അപ്പോൾ ആളത് കണ്ട് അങ്ങനെ ആൾ പുറത്തിറങ്ങിയിരിക്കുവാണേ. ഓരോ പിള്ളേരും ഓരോ രീതിയാണല്ലോ. അപ്പം കുരുത്തക്കേട് കൂടിയവരും കാണും, കുറഞ്ഞവരും കാണും. അപ്പം 2 വയസ്സായിട്ടും ഒരു മാറ്റവും ഇല്ലാതെ കുരുത്തക്കേട് തുടർന്നുകൊണ്ടിരിക്കുവാണ് ദർശൂട്ടൻ. അപ്പം നമുക്ക് വീട്ടിൽ എന്താ പണിയെന്ന് ചോദിക്കുന്നവരോട് കുഞ്ഞിനെ നോക്കുന്നത് തന്നെ ഏറ്റവും വലിയ പണിയാണ്. പിന്നെ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഉച്ചയ്ക്കത്തെ ചോറും കറിയൊക്കെ അമ്മയാണ് രാവിലെ വെച്ചിട്ട് പോകുന്നത്. എന്നിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഹെൽപ്പാണ്. ഞാൻ കഥ അടച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ ആൾ പുറത്തുണ്ട്. ഞാൻ ജനലിക്കൂടെ നോക്കുവാണെങ്കിൽ ആളെന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തുള്ള ഭിത്തിയിലെല്ലാം ആൾ ചെളിവാരി എറിയുവാണേ. അപ്പോൾ കതക് തുറന്നു കഴിഞ്ഞാൽ അകത്തും വാരി എറിയുവേ. അപ്പം ഞാൻ ആളെ കാണത്തോടെ ജസ്റ്റ് കതകും തുറന്നതാണ്. അപ്പോൾ ആൾ എന്നെ കാത്തിരുന്നതായിരുന്നേ വാതിക്കൽ. അപ്പം എന്നെ എറിയാനായിട്ടായിരുന്നേ. അത് ഭാഗ്യത്തിന് കതകിലാണേ കൊണ്ടത്. ആൾ അകത്തേറി വന്നുകൊണ്ട് ഞാൻ കൈയോടെ പൊക്കി എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ചേ. പിന്നെ ആളെ കൈ കിട്ടൂല. അപ്പോൾ അകത്തേറി വന്നുകൊണ്ട് എന്നെ പെട്ടെന്ന് കാര്യം നടന്നേ. ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കതക് തുറക്കുകയേ ചെയ്യത്തില്ല. പിന്നെയും തുറന്നാൽ പിന്നെ എനിക്ക് തന്നെ പണി കിട്ടുന്നത്. പിന്നെയും കുളിപ്പിക്കേണ്ടി വരും. പിന്നെ വീടിനെയും ഞാൻ കുളിപ്പിക്കേണ്ടി വരും. മുറ്റത്ത് വെള്ളമില്ലേലും ആളെങ്ങനെയൊക്കെ വെള്ളം സംഘടിപ്പിച്ച് വന്നിട്ട് മണ്ണുമായിട്ട് കുഴച്ചിട്ട് ചെടി എങ്ങനെയൊക്കെ ഉണ്ടാക്കുവേ. അത് വാരി പിന്നെ നമ്മളെ എറിയലും വീട്ടിൽ എറിയലും അതായിരിക്കും ആളുടെ മെയിൻ പണി. ആൾ പുറത്തിറങ്ങി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്ക് കതക് തുറന്ന് നടക്കുന്നത്. പക്ഷേ കതക് തുറന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളാണേ. അകത്തിരിക്കുവാണെങ്കിൽ അയാൾ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കും. പക്ഷെ കുറച്ച് നേരമേ ഉള്ളൂ. പിന്നെ ആളുടെ കൂടെ എപ്പോഴും ഒരാൾ കാണണം. അപ്പം എനിക്ക് അടുക്കളയിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പുറകെ വരും. അപ്പോൾ ആളുടെ കൂടെ ഞാൻ ഇരിക്കുവാണെങ്കിൽ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രിഡ്ജിൽ നിന്ന് മാവെടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുവാണ്. ഇപ്പോൾ എനിക്കും മോനും ഉള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ജിത്ത് എഴുന്നേൽക്കുമ്പോഴത്തേനും ജിത്തിനുള്ളത് ഉണ്ടാക്കി കൊടുക്കുവേ. ഇപ്പോൾ ചുട്ട് വെച്ചാൽ അത് തണുത്ത് പോയി. അപ്പോൾ ദോശയൊക്കെ ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ആൾക്ക് കഴിക്കാറാകുമ്പോഴത്തേനും അന്നേരം വന്ന് ചുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജിത്ത് കഴിക്കുന്ന ടൈമിങ്ങും ഞങ്ങൾ കഴിക്കുന്ന ടൈമിങ്ങും വ്യത്യസ്തമാണ്. അപ്പോൾ ജിത്ത് ഇന്നലെ 5 മണിയായിട്ടോ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. വെളുപ്പിന് 5 മണിയാണ്. അപ്പം രാത്രിയിലത്തെ ഫുഡ് ആൾ 5 മണിക്ക് കഴിച്ച് ഉറങ്ങുമ്പോഴത്തേനും വയറ് നിറഞ്ഞിരിക്കുമായിരിക്കുമല്ലോ. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ പതുക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. അപ്പോഴത്തേനും 12-1 മണിയൊക്കെ ആവുക. അപ്പം ആൾ എഴുന്നേൽക്കുന്നതിനനുസരിച്ചായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ചോറായിരിക്കും കഴിക്കുന്നത്. ഉച്ചയായാലും അപ്പം ഞാൻ പറയും ചോറ് കഴിക്കാൻ പറയും. അങ്ങനെ ദോശയും സാമ്പാറും റെഡി ആയിട്ടോ. ഇനി കഴിക്കാനായിട്ട് പോവാണേ. ദർശൂട്ടൻ ഫുഡ് കണ്ടപ്പോഴേ ഓടി കേട്ടോ. ആൾക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും എങ്ങനെയൊക്കെ കഴിപ്പിക്കുവേ. എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് മക്കൾ നല്ല ആരോഗ്യത്തോടെ വളരാനാണ് കേട്ടോ. നമ്മളെ വേദനിപ്പിക്കണമെന്ന് വെച്ച് മാത്രം പറയുന്ന ആൾക്കാരുണ്ടേ. ദർശൂട്ടന് വണ്ണമില്ല, ഞാൻ ഫുഡ് കൊടുക്കൂല, അതൊക്കെ പറയുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് നമുക്ക് കുഞ്ഞിൻ്റെ ആരോഗ്യം തന്നെയാണ് വലുത്. അസുഖങ്ങൾ വരാതിരിക്കട്ടെ, അത് തന്നെയാണ് ഏറ്റവും വലിയ ആരോഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിരിക്കുവാണേ. ഹോസ്പിറ്റലിലോട്ടൊന്ന് പോകണം. ജിത്തിൻ്റെ അനിയൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്കുകയാണേ. അപ്പോൾ ഹോസ്പിറ്റലിലോട്ടൊന്ന് പോവുകയാണേ. എന്തായാലും ചിന്നക്കടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ജിത്തിൻ്റെ ഹെൽമെറ്റ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണമായിരുന്നു. പിന്നെ എൻ്റെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസും കൂടി ഒന്ന് മാറ്റണമായിരുന്നേ. പിന്നെ കടയിലും കൂടി ഒന്ന് പോകണമായിരുന്നു കുഞ്ഞിന് ഉടുപ്പൊക്കെ ഒന്ന് നോക്കാനായിട്ട്. ഇവിടെ ഹെൽമെറ്റിൻ്റെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. നല്ല ഡിഫറെൻറ്റ് റെയർ കളേഴ്സൊക്കെയാണ്. അപ്പം ഞാൻ വേറൊരു കടയിൽ നിന്നായിരുന്നു മേടിച്ചത്. അവിടെ ജസ്റ്റ് 2-3 കളേഴ്സൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും നല്ല അടിപൊളി പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഹെൽമെറ്റാണ്.
അപ്പോൾ ഇനി ജിത്തിൻ്റെ ഹെൽമെറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വെച്ചിരിക്കുമായിരുന്നേ. 99 രൂപയാണ് വരുന്നത്. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇതാവേ. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വന്നേ. ഞാൻ കൊച്ചിനെ കണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ. പിന്നെ വന്നത് നമ്മുടെ ജിത്തിൻ്റെ കുടുംബ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ കടപ്പുറത്ത് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയതാണ് കടൽ എത്ര വരെ കയറിയെന്ന്. അവൻ കടൽ കയറി കേട്ടോ നല്ല രീതിയിൽ. പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.